സുവർണ കഥകളിലേക്ക് സ്വാഗതം. ഒരു മൈഥിലി കഥ. എഴുതിയത് പ്രദീപ് ബിഹാരി. മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഡോക്ടർ PK രാധാമണി. കഥ സ്വാഹ. കല്യാണം കഴിയുന്ന കാലത്ത് ഭിനാജു നേപ്പാളിൽ അധ്യാപകനായിരുന്നു. 8 സഹോദരങ്ങളുള്ള വീട്ടിലേക്ക് രണ്ടാമത്തെ മരുമകനായാണ് ഭിനാജു എത്തിയത്. ചേച്ചിയുടെ ഭർത്താവ് നേപ്പാളിൽ ജോലി ചെയ്യുന്ന ആളായതിനാൽ അയാളെ ഭിനാജിയു എന്ന് വിളിക്കാമെന്ന് ലാൽ ദീദിയുടെ അനിയത്തിമാർ തീരുമാനിച്ചു. നേപ്പാളി ഭാഷയിൽ അതാണ് ചേച്ചിയുടെ ഭർത്താവിൻ്റെ വിളിപ്പേര്. അങ്ങനെ കല്യാണം കഴിഞ്ഞതോടെ കിഷോർ ബാബു ഭിനാജിയുവായി. പിന്നെ ഗ്രാമം മുഴുവൻ അയാളെ അതേ പേരു തന്നെ വിളിച്ചു. എല്ലാവർക്കും അയാൾ ഭിനാജിയുവായി. പിന്നീട് എപ്പോഴോ ഭിനാജു എന്ന് ചുരുങ്ങി. ഭിനാജു. ശാസ്ത്രാധ്യാപകനാണ് കിഷോർ ബാബു. വൃത്തിയുടെ കാര്യത്തിൽ ആളൊരു കണിശക്കാരനാണ്. മെട്രിക്കുലേഷൻ പാസ്സാവുന്നതുവരെ സംസ്കൃത മാധ്യമത്തിലാണ് പഠിച്ചത്. അതുകഴിഞ്ഞ് ശാസ്ത്ര വിഷയത്തിൽ ബിരുദം. അന്ന് ഗ്രാമത്തിൽ സംസ്കൃത വിദ്യാലയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സംസ്കൃതവും ഹിന്ദിയും ഇംഗ്ലീഷും സയൻസുമെല്ലാം കൂട്ടിയിണക്കി ഭിനാജു രചിക്കുന്ന ഈരടികൾ ആളുകൾ ആസ്വദിച്ചിരുന്നു. കഷ്ടികാക്കെ കുഷ്ടികാമേ ലുഷ്ടിക ഗിഡ്ഗിഷ്ടതാം, ഈ മട്ടിലാണ് വരികൾ. കൊല്ലം തോറും വേനൽ അവധിക്ക് കിഷോർ ബാബു ഭാര്യാഗൃഹത്തിലെത്തും. ഭിനാജു വരുന്നുണ്ടെന്നറിയുമ്പോൾ മാത്രമാണ് ഗ്രാമവാസികൾ പരിസര ശുചീകരണത്തെക്കുറിച്ച് ഓർക്കാറുള്ളത്. അവർ നിരത്തുകൾ പോലും വെടിപ്പാക്കി വയ്ക്കും. ഒരു തവണ ഭിനാജു ഗ്രാമത്തിലെത്തിയപ്പോൾ ഹാൻഡ് പമ്പിനടുത്ത് കുറച്ച് ഉള്ളിത്തോൽ കിടക്കുന്നത് കണ്ട് ആളുകളെയെല്ലാം വിളിച്ചുകൂട്ടി ഉപദേശം തുടങ്ങിയത്രേ. അതു ചെയ്തയാൾ കുറ്റം സമ്മതിക്കുന്നതുവരെ ഉപദേശം തുടർന്നു. ഭിനാജു വരുന്ന വിവരം കേട്ടാൽ ഗ്രാമത്തിലെ കുട്ടികളെല്ലാം സംസ്കൃത ധാതുരൂപങ്ങൾ ചൊല്ലി പഠിക്കാൻ തുടങ്ങാറുണ്ട്. ഏതു നേരത്താണ് ഭിനാജു ചോദ്യവുമായി മുന്നിലെത്തുക എന്നു പറയാനാവില്ല. ധാതുവിൻ്റെ പഞ്ചമ ഏകവചന രൂപം കേൾക്കട്ടെ എന്ന് ഭിനാജു ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പമുള്ള കളി മുടങ്ങും. ഒരുപാടു നേരം ഭിനാജുവിൻ്റെ ഉപദേശം കേൾക്കേണ്ടി വരും. ഉപദേശമല്ല, സ്നേഹത്തോടെയുള്ള ശകാരം തന്നെ. ഗ്രാമത്തിലേക്ക് വന്ന മരുമകൻ ഇങ്ങനെയൊക്കെ പെരുമാറുമോ? ഇങ്ങനെയുമുണ്ടോ ഒരു മരുമകൻ? ഗ്രാമത്തിലെ സ്ത്രീകൾ അടക്കം പറയാറുണ്ട്. എല്ലാ വീടുകളിലും ചെന്ന് കുശലം ചോദിക്കുന്നു. മാലിന്യം കണ്ടാൽ ഉടൻ ആരായാലും അവരെ പിടിച്ചു നിർത്തി ഉപദേശിക്കുന്നു. ഇങ്ങനെയും ഒരു മരുമകനോ? ഇങ്ങനെയെല്ലാം ആണെങ്കിലും ഗ്രാമത്തിലെ എല്ലാ പ്രായക്കാർക്കും ഭിനാജുവിനെ വലിയ മതിപ്പായിരുന്നു. അവൻ മരുമകനെ പോലെയല്ല, മകനെ പോലെയാണ് പെരുമാറുന്നതെന്ന് അമ്മ എപ്പോഴും പറയും. സ്വന്തം ഗ്രാമത്തിലായാലും ഭാര്യയുടെ ഗ്രാമത്തിലായാലും എല്ലാവരോടും ഒരുപോലെ. കൊല്ലങ്ങൾ കഴിഞ്ഞു. ഭിനാജു ഈ സങ്കടം എങ്ങനെ സഹിക്കും? ഭിനാജുവിൻ്റെ മകൻ്റെ ദുരന്ത വാർത്ത ഗ്രാമത്തിലെത്തിയപ്പോൾ പരിതോഷ് ആലോചിക്കുകയായിരുന്നു. ഈ സങ്കടം ഭിനാജു എങ്ങനെ സഹിക്കും? ഷഷ്ടി പൂജയ്ക്കായി ഗംഗാതീരത്ത് കടവൊരുക്കുന്നതിനിടയിൽ മണ്ണിടിച്ചിലുണ്ടായി. ഭിനാജുവിൻ്റെ 22കാരൻ മകൻ അതിനടിയിൽപ്പെട്ടു മരിച്ചു. ബലിതർപ്പണം സിമിരിയ കടവിൽ വെച്ചു നടത്തും. അപമൃത്യുവാകുമ്പോൾ വീട്ടിൽ ശ്രാദ്ധം കഴിക്കാറില്ല. സ്വജാതി എന്നല്ല, അന്യജാതിക്കാർ പോലും വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കില്ല. ആർക്കും തൊണ്ടയിൽ നിന്ന് ഭക്ഷണം ഇറങ്ങില്ല. ശ്രാദ്ധത്തിൽ പങ്കെടുക്കാൻ പരിതോഷ് ഗംഗാതീരത്തേക്ക് പുറപ്പെട്ടു. പൂജാരിയുടെ വീട്ടിൽ ചെന്നാൽ എവിടെയാണ് ചടങ്ങ് നടക്കുന്നതെന്നറിയാം. നേരെ അങ്ങോട്ട് നടന്നു. തെരുവിലെത്തിയപ്പോൾ പുതിയ തലമുറയിലെ കുറച്ചു കുട്ടികൾ ചുറ്റും കൂടി. വീടെവിടെയാ? ഏതു ഗ്രാമം? 10-15 വയസ്സുള്ള കുട്ടികൾ ചോദ്യങ്ങളുമായി പിന്നാലെ കൂടി. അവർ ഇടത്തും വലത്തും മുന്നിലും പിന്നിലുമായി പരിതോഷിനോടൊപ്പം നടന്നു. എൻ്റെ പാണ്ഡാജിയുടെ വീട് എനിക്കറിയാം മക്കളെ. നിങ്ങളെല്ലാം കോണകമുടുത്തു നടക്കാൻ പഠിക്കുന്നതിനു മുൻപ് ഇവിടെ വരാറുള്ളയാളാണ് ഞാൻ. മനസ്സിലായോ? പോയി പണി നോക്ക്. ഇതുതന്നെയാണ് ഞങ്ങളുടെ പണി. നിങ്ങൾ ആരുടെ യജമാനനാണെന്ന് പറഞ്ഞാൽ എന്താ നഷ്ടം? കുട്ടികൾ ചോദിച്ചു. പരിതോഷ് നിശബ്ദനായി മുന്നോട്ടു നടന്നു. പൂജാരിയുടെ വീട്ടിലേക്കുള്ള വഴിയിലേക്കു തിരിഞ്ഞപ്പോൾ കുട്ടികളിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു, ശിവനാഥ, ഈ യജമാനൻ നിന്റെ മുത്തശ്ശൻ്റെ വീട്ടിലേക്കാണ് പോണത്. യജമാനൻ ഏതു ഗ്രാമത്തിൽ നിന്നാണ്? ശിവനാഥ് മുന്നോട്ട് വന്ന് ചോദിച്ചു. അത് നീ എന്തിനറിയണം? ഞാൻ മഹിനാഥ് പണ്ഡായുടെ മകൻ. ഗണേശ് പണ്ഡ എൻ്റെ മുത്തശ്ശൻ. വീട്ടിൽ ഭാഗം നടന്നു.
യജമാനന്മാരെ പങ്കുവച്ചു. അതുകൊണ്ടാണ് ചോദിച്ചത്. മഹീനാഥ് ഗണേഷ് പണ്ഡായുടെ മകനാണെന്ന് എനിക്കറിയാം. പക്ഷേ ബിനാജുവിൻ്റെ മകൻ അശുതോഷ് ആരുടെ അവകാശത്തിലേക്കാണ് പോയതെന്ന് എങ്ങനെ അറിയും? പരിതോഷ് ഒന്നും മിണ്ടാതെ അവനോടൊപ്പം നടന്ന് ഗണേഷ് പണ്ഡായുടെ വാതിൽക്കലെത്തി. വാതിൽ തുറന്നു പുറത്തു വന്ന ഗണേഷ് പണ്ഡായുടെ മുഖം മ്ലാനമായിരുന്നു. എന്താ, സുഖമില്ലേ? പരിതോഷ് ചോദിച്ചു. പ്രശ്നമൊന്നുമില്ല, എന്നാൽ പ്രശ്നമുണ്ടു താനും. മക്കൾ 4 പേരും ഭാഗം വെച്ചു പിരിഞ്ഞു. യജമാനന്മാരെയും 5 പങ്കാക്കി വീതിച്ചെടുത്തു. യജമാനന്മാരെ 5 പങ്കിട്ടെടുത്തെന്നോ? പരിതോഷിന് ബിനാജുവിനെ കണ്ടെത്താൻ ധൃതിയുണ്ടായിരുന്നു. എങ്കിലും ഗണേഷ് പണ്ഡായുടെ വർത്തമാനം കേട്ടപ്പോൾ ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അതായത് ഗ്രാമങ്ങളെ 5 വിഭജിച്ചു. 4 ഭാഗം ആൺകുട്ടികൾക്ക്, 1 ഭാഗം അച്ഛനും അമ്മയ്ക്കും. സ്വത്തുക്കൾ വീതം വെച്ച് 4 പേരും വെവ്വേറെ കുടിലുകെട്ടി. 4 പേരുടെയും കുടുംബം ആരോ അഴിച്ചിട്ട പോലെ ചിന്നിച്ചിതറിപ്പോയി. ഇതിൽ വിഷമിക്കാൻ എന്തിരിക്കുന്നു? ഇതെല്ലാം ഇപ്പോൾ സാധാരണ സംഭവങ്ങളല്ലേ? എല്ലാ വീടുകളിലും നടക്കുന്നതു തന്നെ. ഓരോരുത്തരും അവനവൻ്റെ ചുമതല സ്വയം നിർവഹിക്കട്ടെ. അച്ഛനും അമ്മയ്ക്കും അടുപ്പ് വേറെയാണോ? അല്ല, ഗണേഷ് പണ്ഡ പറഞ്ഞു. ഞങ്ങൾ ഇളയമോൻ്റെ കൂടെയാണ്. ഭാഗം വെച്ചപ്പോൾ മറ്റു 3 പേർക്കും നല്ല കൃഷിസ്ഥലങ്ങളാണ് കിട്ടിയത്. ഇളയവന് മാത്രം തരിശു നിലവും. അവൻ്റെ സങ്കടം കേട്ട് ഞാൻ അവനെ എൻ്റെ കൂടെ നിർത്തി. എൻ്റെ ഭാഗം കൂടി അവന് കൊടുക്കാമെന്ന് പറഞ്ഞു. പുരോഹിതവൃത്തി പഠിക്കാൻ ഉപദേശിച്ചു. എൻ്റെ മക്കൾക്ക് മന്ത്രം ചൊല്ലാൻ പോലും അറിയില്ല. മന്ത്രം പഠിച്ചാൽ ജീവിതം മെച്ചപ്പെടുമെന്ന് ഞാൻ പറഞ്ഞു നോക്കി. പക്ഷേ എന്താ? അവൻ്റെ ഭാര്യയ്ക്ക് സമ്മതമല്ല. വിഹിതത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ തീരുമാനം വേണമെന്ന് അവൾ ശഠിച്ചു. എന്നുവച്ചാൽ എനിക്ക് കിട്ടുന്ന പണത്തിൻ്റെ വീതം വയ്ക്കൽ എങ്ങനെയായിരിക്കുമെന്ന് മുൻകൂട്ടി തീരുമാനിക്കണമെന്ന്. അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാമെന്ന് ഭാര്യ സമ്മതിച്ചതുകൊണ്ടാണ് അവർ ഞങ്ങളോടൊപ്പം താമസിക്കാൻ തയ്യാറായത്. കിട്ടുന്നതിൻ്റെ 3/4 ഭാഗം അവർക്ക്, 1/4 ഭാഗം ഞങ്ങൾക്കും. ഭക്ഷണം അവർ തരും. കുംഭമേള ഇവിടെ തുടങ്ങിയതിനു ശേഷമാണ് കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം ആയത്. എല്ലാവരും പണക്കാരായി, തലതിരിഞ്ഞുപോയി, സ്വാർത്ഥരായി. ഗംഗാമാതാവിനെക്കുറിച്ചോർത്ത് സങ്കടപ്പെടാൻ ആളില്ലാതായി. ജയ് ഗ്രാമം ആരുടെ ഭാഗത്തിൽപ്പെടും? പരിതോഷ് ചോദിച്ചു. ഞാനായിരുന്നു അവിടുത്തെ പൂജാരി. പക്ഷേ ഇപ്പോൾ ആ ഗ്രാമം മഹീനാഥിൻ്റെ അവകാശമാണ്. ഇന്നലെ നടന്ന ഒരു സംഭവം കേൾക്കൂ. ആ ഗ്രാമത്തിൽ നിന്ന് കിഷോർ ബാബു മകൻ്റെ ബലിതർപ്പണ ചടങ്ങിനായി വന്നു. വെറും 22 വയസ്സുള്ള മകനാണ് മരിച്ചത്. കിഷോർ ബാബുവിനെ പോലൊരു നല്ല മനുഷ്യനെ കൊള്ളയടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇളം പ്രായത്തിലുള്ള മകനെ നഷ്ടപ്പെട്ടു വന്ന ഒരച്ഛനോട് വിലപേശിയ കാര്യം പറയാതിരിക്കുന്നതാ നല്ലത്. മൂത്ത മകനാണ് ഉത്തരീയം ധരിച്ച് ക്രിയ ചെയ്യുന്നത്. കിഷോർ ബാബു പാവം ദുഃഖഭാരത്താൽ തല കുമ്പിട്ടിരുന്നു. ചെറിയച്ഛനും കൂടെയുണ്ട്. മഹീനാഥിൻ്റെ അച്ഛനാണ് ഞാൻ. മകനെക്കുറിച്ച് ദോഷം പറയാൻ പാടില്ലല്ലോ. പക്ഷേ ആ നല്ല മനുഷ്യനോട് ചെയ്തത് ഗംഗാമാതാവ് പൊറുക്കില്ല. അവനൊരുത്തനാ ഈ കുടുംബം ഛിദ്രിച്ചത്. നിങ്ങൾ പറഞ്ഞ ഗ്രാമം ആ കള്ളൻ്റെ അവകാശമാണ്. ഗണേഷ് പണ്ഡ പറഞ്ഞു. പണ്ഡാജി, ബാക്കി വിശേഷങ്ങൾ പിന്നീട് കേൾക്കാം. ഇപ്പോൾ മഹീനാഥിൻ്റെ വീടെവിടെയാണെന്ന് മാത്രം പറയൂ. പരിതോഷിന് ധൃതിയുണ്ടായിരുന്നു. ദാ അവിടെ, ആ ഇഷ്ടിക വെച്ച വീടില്ലേ? ഗണേഷ് പണ്ഡ വിരൽ ചൂണ്ടി. അതിനു മുന്നിൽ കാണുന്ന കുടിലിലാണ് കിഷോർ ബാബു ഉള്ളത്. പക്ഷേ ഈ സമയത്ത് ഏകാദശ ക്രിയ ചെയ്യാൻ കടവത്തേക്ക് പോയിരിക്കും. ദാ അങ്ങോട്ട്. ഗണേഷ് പണ്ഡ വീണ്ടും വിരൽ ചൂണ്ടി. നല്ല ഗ്രാമങ്ങളെല്ലാം അവൻ്റെ പങ്കിലായി പോയി. അവനാണെങ്കിൽ അവൻ്റെ യജമാനന്മാരെയെല്ലാം കൊള്ളയടിക്കുകയും ചെയ്യുന്നു. അന്ന് ഞാൻ ജാമ്യത്തിലിറക്കിയ മഹീനാഥ് തന്നെയല്ലേ ഇയാൾ? മുൻപൊരിക്കൽ മഹീനാഥ് പോലീസിന്റെ പിടിയിലായ കാര്യം ഓർമ്മിച്ചുകൊണ്ട് പരിതോഷ് പണ്ഡായോട് ചോദിച്ചു. അന്ന് പരിതോഷ് തന്നെയാണ് തൻ്റെ സുഹൃത്തായ SP-യോട് ശുപാർശ ചെയ്ത് അയാളെ മോചിപ്പിച്ചത്. തൻ്റെ ജാമ്യത്തിലാണ് അന്ന് അയാളെ പോലീസ് വിട്ടയച്ചത്. 344 ആയിരുന്നു വകുപ്പ്. അതെ, അത് വേണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു.
ശരി, ഞാൻ ഇറങ്ങട്ടെ. എങ്ങോട്ടാണ്? കിഷോർ ബാബുവിൻ്റെ അടുത്തേക്ക്. എൻ്റെ സഹോദരിയുടെ ഭർത്താവാണ് അദ്ദേഹം. കടവത്തെത്തിയപ്പോൾ 11-ാം ദിവസത്തെ ക്രിയകൾക്കു വേണ്ടിയുള്ള സാമഗ്രികളെല്ലാം നിരത്തിവെച്ച് ഭിനാജു ദുഃഖഭാരത്താൽ തലയും കുമ്പിട്ടിരിക്കുന്നത് കണ്ടു. ഇളയച്ഛൻ സഹദേവ് ബാബുവും കൂടെയുണ്ട്. മരിച്ച ആളുടെ ജ്യേഷ്ഠനെ കൊണ്ട് പൂജാരി കർമ്മങ്ങൾ ചെയ്യിക്കുന്നു. ഭിനാജു പരികർമ്മിയാണ്. കുറച്ചു മാറി ജഗന്നാഥും ഇരിക്കുന്നുണ്ട്. ഭിനാജുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് പരിതോഷ് കണ്ടു. മകൻ പോയതു മുതൽ ഇതാണ് സ്ഥിതി. ഒരക്ഷരമുരിയാടുന്നില്ല. ആളുകളെ നോക്കി കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ സഹോദരിയുടെ അവസ്ഥയും വ്യത്യസ്തമല്ല. ഞങ്ങളെല്ലാം ഏത് ജന്മത്തിലെ പാപത്തിൻ്റെ ശിക്ഷയാണാവോ അനുഭവിക്കുന്നത്. എനിക്ക് ശ്രാദ്ധം ചെയ്യേണ്ട ആളുടെ ശ്രാദ്ധത്തിൽ ഞാൻ പങ്കുകൊള്ളുന്നു. സഹദേവ് ബാബു കരയാൻ തുടങ്ങി. ഇളയച്ഛ, എല്ലാവരെയും ആശ്വസിപ്പിക്കേണ്ട അങ്ങു തന്നെ. പരിതോഷ് സഹദേവ് ബാബുവിനെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു. യജമാനൻ ധൈര്യം കൈവിടരുത്, ജഗന്നാഥും പറഞ്ഞു. അപ്പോഴാണ് പരിതോഷ് കർമ്മങ്ങൾ ചെയ്യിക്കുന്ന പൂജാരിയെ ശ്രദ്ധിച്ചത്. ജഗന്നാഥ് എന്തിനാണ് അവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലായില്ല. മുൻപ് അയാളെ കണ്ടത് എവിടെ വച്ചായിരുന്നു? പരിതോഷ് ഓർത്തു നോക്കി. അതെ, സുഹൃത്തിൻ്റെ അമ്മ മരിച്ച സമയത്ത്. അവരുടെ മരണാനന്തര ക്രിയകളും ഇവിടെ വച്ചു തന്നെയായിരുന്നു. അമ്മയുടെ ഉദകക്രിയക്കായി വിദേശത്തുനിന്ന് വന്നതാണ് സുഹൃത്ത്. ഭാര്യയും മക്കളും അച്ഛനും സഹോദരിയും ചേർന്ന ഒരു സംഘം മാത്രമാണ് കടവത്തേക്ക് വന്നത്. പരിതോഷും കൂടെയുണ്ടായിരുന്നു. ജനുവരി മാസം, അസ്ഥികളിലേക്ക് തുളച്ചിറങ്ങുന്ന തണുപ്പ്. രാത്രി 9 മണിയോടെയാണ് അവരെത്തിയത്. ശവദാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു വച്ചിരുന്നു. പക്ഷേ ചിതയ്ക്ക് തീ കൊളുത്താൻ ആർക്കും കഴിയുന്നില്ല. അവസാനം പണ്ഡാജി തന്നെ ഈ ജഗന്നാഥനെ എവിടെ നിന്നോ വിളിച്ചുകൊണ്ടുവന്നു. 500 രൂപയും ഒരു കുപ്പി നാടൻ ചാരായവും കൊടുക്കാമെന്ന് പറഞ്ഞാണ് സമ്മതിപ്പിച്ചത്. പക്ഷേ ഇവിടെ ഇയാൾക്ക് എന്ത് കാര്യം? ജഗന്നാഥ് ഇവിടെ? പരിതോഷ് ചോദിച്ചു. ഇവനാണ് മഹിനാഥിൻ്റെ പ്രതിനിധി, കാവൽക്കാരൻ. ജഗന്നാഥിന് മറുപടി പറയാൻ ഇടം കൊടുക്കാതെ സഹദേവ് ബാബു പറഞ്ഞു. പ്രതിനിധിയോ? പരിതോഷ് ആശ്ചര്യപ്പെട്ടു. ഈ പൂജാദ്രവ്യങ്ങളുടെയെല്ലാം കാവൽക്കാരനും ഇയാൾ തന്നെ. കർമ്മങ്ങൾ ചെയ്യിക്കുന്ന പൂജാരിയോ? ഇത് വെറും വാടക പൂജാരി, ശരിക്കുള്ള പണ്ഡാജിയല്ല. ഓഹോ, വെറുതെയല്ല ശരശരയെന്ന് കർമ്മങ്ങളെല്ലാം തീരുന്നത്. ഗംഗാപാലത്തിലൂടെ തീവണ്ടിയുടെ ബോഗികൾ കടന്നുപോകുന്നതുപോലെയുണ്ട്. കുറച്ചു നേരത്തേക്ക് കർമ്മങ്ങൾ നിർത്തിവച്ചു. കർമ്മം ചെയ്യുന്ന ആൾക്ക് അല്പം വിശ്രമം ആവശ്യമാണ്, അതാണ് രീതി, സഹദേവ് ബാബു പറഞ്ഞു. പക്ഷേ പൂജാരിക്ക് ധൃതിയുണ്ട്. അയാളുടെ രീതി വേറെയാണ്. കർമ്മങ്ങളെല്ലാം വേഗം വേഗം അവസാനിപ്പിക്കുകയാണ്. പരിതോഷം ആലോചിക്കുകയായിരുന്നു. സാധാരണയായി പല മാസങ്ങളിലെ കർമ്മങ്ങൾ 8-10 മണിക്കൂർ സമയമെടുത്ത് ഒരുമിച്ച് ചെയ്യാറുണ്ട്. ആ സമയമത്രയും കർമ്മിയും സഹായിയും ഉപവാസത്തിലായിരിക്കും. ചൂടുകാലത്താണെങ്കിൽ സർബത്ത് കുടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത്തരം സാഹചര്യം ഇപ്പോഴില്ല. പൂജാരിയാണെങ്കിൽ തീവണ്ടിയുടെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നുമുണ്ട്. ഇടവേളയിൽ പരിതോഷ് പൂജാരിയോട് ചോദിച്ചു, എവിടെയാ വീട്? മഹിഷിയിൽ. ഇവിടെ? ഈ ജോലി തന്നെ. ഞങ്ങളുടെ യജമാനന്മാർ ഇവിടെയല്ല. ഇവിടത്തുകാരുടെ പൗരോഹിത്യം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല. ഞങ്ങൾ ഇവിടെ വന്ന് പൂജ ചെയ്യിച്ചാൽ ചോരക്കളിയാണുണ്ടാവുക. പക്ഷേ ഇത് കരാർ ജോലിയാണ്. ഞാൻ പൗരോഹിത്യം ചെയ്യുന്ന ബ്രാഹ്മണനാണെങ്കിലും മഹാപാത്രയല്ല. ഗ്രാമത്തിൽ പൗരോഹിത്യം കൊണ്ട് വയറു നിറയാത്ത അവസ്ഥയായി. മറ്റു ജോലികൾ കിട്ടുന്നുമില്ല. ഒരു കുടുംബം കൂടി ആയതോടെ പ്രശ്നങ്ങൾ അധികമായി. ജോലി അന്വേഷിച്ച് ഗ്രാമത്തിന് വെളിയിലേക്കിറങ്ങി. അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു. ഒരു കർമ്മത്തിന് എത്ര കിട്ടും? 250. ദക്ഷിണ? ദക്ഷിണ മഹീനാഥിന്. അതിനാണ് ജഗന്നാഥ് കാവലിരിക്കുന്നത്. ശരാശരി എത്ര കർമ്മങ്ങൾ ചെയ്യിക്കും? ഏറിയാൽ 3, ചിലപ്പോൾ 1 മാത്രമാവും. മന്ത്രങ്ങളിൽ തെറ്റുണ്ടല്ലോ. ഈ ഗംഗാതീരത്ത് തെറ്റും ശരിയുമില്ല. എല്ലാം ഗംഗാമാതാവിന് സമർപ്പിക്കപ്പെടുന്നു. എല്ലാവരെയും കാത്തുരക്ഷിക്കുന്നത് അമ്മയാണ്. ഗ്രാമത്തിലോ വീട്ടിലോ കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെയല്ല ഇവിടത്തെ കാര്യങ്ങൾ. ഇത് ഗംഗാതീരം. അമ്മയുടെ പേരു മാത്രം മതി, എല്ലാം പവിത്രമാകും. അമ്മയെ ഓർത്താൽ മാത്രം മതി ഭവസാഗരത്തിനക്കരെ എത്താൻ.
പക്ഷേ മന്ത്രങ്ങൾ തെറ്റാൻ പാടുണ്ടോ? പരിതോഷ് ക്ഷുഭിതനായി. ഭിനാജുവിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു പരിതോഷ് പൂജാരിയോട് കയർത്തത്. സത്യനാരായണ പൂജയ്ക്ക് മന്ത്രോച്ചാരണത്തിൽ ഒരക്ഷരം പിഴച്ചാൽ പൂജാരിയെ അപ്പപ്പോൾ തിരുത്തുന്ന ആളാണ് അടിക്കടി തെറ്റായ മന്ത്രങ്ങൾ ഉരുവിടുന്നത് കേട്ടിട്ടും മൗനം പാലിക്കുന്നത്. ഒന്നും പറയാതെ നിശബ്ദനായിരിക്കുന്ന ഭിനാജുവിൻ്റെ നിസ്സഹായ അവസ്ഥ പരിതാപകരമായിരുന്നു. ഭിനാജുവിൻ്റെ നേരെ നോക്കാൻ പരിതോഷ് മടിച്ചു. കർമ്മങ്ങളെല്ലാം കഴിയാറായി. അപ്പോഴേക്കും ഗണേഷ് പണ്ഡ അവിടെ എത്തി. നിരത്തിൻ്റെ എതിർവശത്തുള്ള ചായക്കടയിലേക്ക് പരിതോഷിനെ ക്ഷണിച്ചു. കൂട്ടുകുടുംബമായിരുന്ന കാലത്ത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സഹായം വേണ്ടുവോളം ലഭിച്ചിട്ടുണ്ട്, പണ്ഡാജി പറഞ്ഞു. പേടിക്കണ്ട, അതിനൊന്നും ഇനിയും കുറവ് കാണില്ല. ഗണേഷ് പണ്ഡായുടെ വീടിനു മുന്നിലുള്ള കാളി മന്ദിർ പുതുക്കി പണിയാൻ താൻ പലതവണ സംഭാവന നൽകിയത് പരിതോഷ് ഓർത്തു. അമ്പലത്തിൻ്റെ ജീർണോദ്ധാരണ ജോലികൾ ഇനിയും തുടങ്ങിയിട്ടില്ലെന്നും മനസ്സിലാക്കി. കണ്ടില്ലേ, ഇതാണ് മഹിനാഥിൻ്റെ പണി. പൂജാകർമ്മങ്ങൾ കരാറ് കൊടുത്തിട്ട് എവിടെയെങ്കിലും ചുറ്റി നടക്കും. ഇന്ന സമയത്ത് കർമ്മങ്ങളെല്ലാം തീർക്കണമെന്ന് അയാളുമായി കരാറുണ്ട്. ആ സമയത്ത് അവനോ അവൻ്റെ ഭാര്യയോ വരും. പൂജാദ്രവ്യങ്ങളെല്ലാം എടുത്തുകൊണ്ടുപോകും. പൂജാരി കള്ളത്തരം കാണിക്കാതിരിക്കാനാണ് ജഗന്നാഥനെ കാവലിരുത്തുന്നത്. ഇതാണ് അവൻ്റെ പൗരോഹിത്യം. അവന് കർമ്മങ്ങൾ അറിയില്ല, മന്ത്രങ്ങളും. തനിക്കറിവില്ലാത്ത മന്ത്രങ്ങൾ എങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് ചൊല്ലിക്കും? പക്ഷേ മഹിനാഥ് നിങ്ങളുടെ മകനല്ലേ, എന്തുകൊണ്ട് ഒന്നും പഠിപ്പിച്ചില്ല? നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ. അവനെ വേണ്ടതൊന്നും പഠിപ്പിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ഇന്നീ ഗതി വന്നത്. അതുകൊണ്ടു തന്നെയാണ് പേരമകൻ ശിവനാഥനെ പൗരോഹിത്യം പഠിപ്പിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അതിനും അവൻ സമ്മതിക്കുന്നില്ലല്ലോ. ശിവനാഥ് പഠിച്ചു വന്നാൽ അവൻ അലഞ്ഞു നടന്ന് ഭക്തരെ പറ്റിക്കാൻ കഴിയുമോ? ഇങ്ങനെ പറയരുത്. നിങ്ങളുടെ മകനും പേരക്കുട്ടിയുമല്ലേ. അമ്മ എല്ലാം കാണുന്നുണ്ട്. അമ്മയെ ആരും കാണുന്നില്ലെന്ന് മാത്രം. അമ്മ എല്ലാവരെയും കാക്കുന്നു. അമ്മയെ കാക്കാൻ ആരുമില്ല. നിങ്ങളുടെ ആൾക്കാരുടെ ഇത്തരം പ്രവൃത്തികളാണ് ഗംഗാതീരം ചോരക്കളമാക്കുന്നത്. അതിവിടെ നിത്യസംഭവമല്ലേ. അമ്മ ആഗ്രഹിക്കുന്നതേ ഇവിടെ നടക്കൂ. മുത്തശ്ശ, ചെറിയമ്മ വിളിക്കുന്നു. ശിവനാഥ് ഓടി വന്നു പറഞ്ഞു. യജമാനൻ വന്നിട്ടുണ്ട്. ഗണേഷ് പണ്ഡ അങ്ങോട്ടോടി. കർമ്മം കഴിഞ്ഞു. നിർമാല്യം നദിയിലൊഴുക്കാൻ സമയമായി. ഭിനാജു എല്ലാം വാരിയെടുത്ത് കുട്ടയിലാക്കി തലയിൽ വെച്ചുകൊണ്ട് നദിയിലേക്ക് നടക്കുമ്പോൾ പരിതോഷ് സഹായിക്കാനായി കൂടെ ചെന്നു. പക്ഷേ സഹദേവ് ബാബു വിലക്കി. നദിയിലേക്ക് നടക്കുമ്പോൾ പരിതോഷ് ഭിനാജുവിനെ തടയാൻ നോക്കി. ഭിനാജു ഒന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നു. ജലത്തിലേക്കിറങ്ങുന്നതിനു മുൻപ് ഗണേഷ് പണ്ഡ വീണ്ടും പരിതോഷിൻ്റെ അടുത്തെത്തി. എൻ്റെ ഇളയ മകൻ സ്ഥലത്തില്ല. അവൻ്റെ ഭാര്യ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മന്ത്രം ചൊല്ലിക്കുന്നത് ഞാനും കാശ് വാങ്ങുന്നത് അവളുമാണ്. നിർമാല്യമൊഴുക്കാൻ കർമ്മം ചെയ്തവനൊപ്പം ഭിനാജുവും മുട്ടോളം വെള്ളത്തിലിറങ്ങി. പരിതോഷും കൂടെ ഇറങ്ങി. നിർമാല്യം ജലത്തിലേക്കിട്ട് സ്വാഹ എന്ന് പറയൂ. ഭിനാജു അനങ്ങിയില്ല. മൗനം ഭഞ്ജിച്ചുമില്ല. കർമ്മം ചെയ്തവൻ കുട്ട തൻ്റെ കയ്യിൽ വാങ്ങി നദിയിൽ ഒഴുക്കിക്കൊണ്ട് പറഞ്ഞു, സ്വാഹ. പൂജാരി കർമ്മിയോട് പറഞ്ഞു, ഇന്നത്തെ കർമ്മങ്ങൾ കഴിഞ്ഞു. ഇനി സ്നാനം ചെയ്യാം. ബാക്കി നാളെ. കർമ്മം ചെയ്തവൻ ജലത്തിൽ മുങ്ങാനായി അല്പം കൂടി മുന്നോട്ടു നടന്നു. പെട്ടെന്ന് ഭിനാജു അവൻ്റെ ഉത്തരീയം വലിച്ചഴിച്ചു. പരിതോഷ് ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. ഗണേഷ് പണ്ഡായും സഹദേവ് ബാബുവും എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അത്ഭുതപ്പെട്ടു. എല്ലാവരും കാൺകെ ഉത്തരീയം വലിച്ചു കീറി നദിയിലേക്കെറിഞ്ഞ് ഭിനാജു ഉറക്കെ പറഞ്ഞു, സ്വാഹ. കടവത്തുനിന്ന് ഗണേഷ് പണ്ഡ വിളിച്ചു പറഞ്ഞു, കിഷോർ ബാബുവിന് ഭ്രാന്ത് പിടിച്ചു. നാളത്തെ കർമ്മം ബാക്കിയാണ്. ഉത്തരീയം നാളെയേ അഴിക്കാൻ പാടുള്ളൂ. കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. സ്നാനം ചെയ്ത് മടങ്ങാം. ഭിനാജു മകനോട് പറഞ്ഞു. ഭിനാജു തിരിഞ്ഞു നിന്ന് പരിതോഷിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, നമുക്ക് തിരിച്ചു പോകാനുള്ള വണ്ടി എത്ര മണിക്കാണ്? മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.